ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വെളിയങ്കോട് കലുങ്ക് നിർമ്മിക്കാനായി എടുത്ത കുഴിയുടെ സമീപത്തെ വീടിന്റെ ചുറ്റുമതിൽ തകർന്നു. കനത്ത മഴയിൽ കുഴിയിൽ വെള്ളം നിറഞ്ഞ് ബലക്ഷയം സംഭവിച്ചാണ് മതിൽ തകർന്നത്. വെളിയങ്കോട് സ്വദേശി മായിൻ മുസ്ലിയാരകത്ത് സലാഹുദ്ദീൻ മൂസയുടെ വീടിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗമാണ് തകർന്നത്. ഒരു വർഷം മുമ്പ് നിർമ്മിച്ച ചുറ്റുമതിലാണ് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥ മൂലം തകർന്നത്. കലുങ്ക് നിർമ്മാണത്തിനായി ചുറ്റുമതിലിനോട് ചേർന്ന വലിയ കിടങ്ങാണ് അധികൃതർ തീർത്തത്. ഇതോടെ ചുറ്റുമതിലിന്റെ തറയടക്കം കേടുപാടുകൾ സംഭവിച്ചു. 10 മീറ്റർ ഭാഗം ചരിഞ്ഞ നിലയിലായിരുന്നു. ചരിഞ്ഞ ഭാഗം മഴയിൽ തകരുമെന്ന് വീട്ടുകാർ അധികൃതരോട് പരാതിപ്പെട്ടതോടെ ഇരുമ്പ് ഷീറ്റ് കൊണ്ട് മറക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ ബുധനാഴ്ച രാത്രിയിലുണ്ടായ മഴയിൽ കിടങ്ങിൽ വെള്ളം നിറഞ്ഞ മതിൽ നിലംപൊത്തുകയായിരുന്നു. അനാവശ്യമായി കൾവെട്ടർ ഉണ്ടാക്കിയിട്ട് ഈ ഗേറ്റും ഇതൊക്കെ നിർമ്മാണം ശരിയല്ലാത്തത് കൊണ്ട് തന്നെ, അതായത് സാങ്കേതികവിദ്യ കൃത്യമായിട്ട് ഉപയോഗിക്കാതെ ആണ് ഈ ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ ആദ്യം ഇതിൻ്റെ ഈ മതിലിൻ്റെ അടിയിൽ വന്നിട്ടാണ് ഇത് JCB മണ്ണ് മാന്തിയത്. പിന്നീട് മതിൽ ഇടിയുന്നു അവർക്ക് ബോധ്യമായപ്പോൾ കുറച്ച് മണ്ണ് കൊടുത്തിട്ട് വീണ്ടും വന്നിട്ട് ഈ ഫയല് താത്തി. ഇവിടെ ഈ ഫയൽ താത്തുമ്പോൾ തന്നെ ഇത് മൊത്തം ആ കുഴിയിലേക്ക് ഇടിയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് മുമ്പേ ആളുകൾക്ക് പ്രയാസപ്പെടും കലുങ്കുമായി ബന്ധപ്പെട്ടിട്ട്, അങ്ങനെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഈ കലുങ്കുകൾ അടച്ചു കൊടുക്കണമെന്ന് പറയും. ജില്ലാ കളക്ടർ, ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ കളക്ടർ ഇത് സന്ദർശിക്കുകയും എല്ലാ പത്രദ്വാര വന്നിട്ടുള്ള കാര്യമാണ് ഇത് കലുങ്ക് അടക്കുക എന്നുള്ളത്. 8 മാസത്തോളായി വന്നു പോയിട്ട് ഇതേവരെ അവര് ഒന്നും ചെയ്തിട്ടില്ല. അടക്കാന്ന് പറയാന്നല്ലാണ്ട് അതിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഭാഗം ജുമാഅത്ത് പള്ളിൻ്റെ അവിടെ ഉണ്ടായി. ഈ കോടതി വിധിക്ക് ശേഷവും കലുങ്ക് നിർമ്മാണവുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. തൊട്ടടുത്ത് ഭാരതപ്പുഴ ഉണ്ടായിരിക്കെ ഈ ഭാരതപ്പുഴയിലേക്ക് വെള്ളം ഒഴുക്കി വിടാണ്ട് ജനവാസ കേന്ദ്രത്തിലേക്ക് ഈ അഴുക്ക് വെള്ളം, അതായത് വെറും മഴവെള്ളം മാത്രമല്ല, ഇതിൽ വ്യക്തികൾ ഒഴിക്കുന്ന അഴുക്ക് മുഴുവൻ ഓരോരുത്തരുടെ വീടുകളിലേക്ക് കയറി വരാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ 4 സെന്റിൽ താമസിക്കുന്ന ഒരു വ്യക്തിന്റെ വീട്ടിൽ ഇന്നലെ മുറ്റത്ത് മുഴുവൻ വെള്ളമാണ്. ഈ വെള്ളം എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് അവർ അട്ടാചിക്കുകയാണ്. അവരോട് വന്നിട്ട് ജില്ലാ കളക്ടർ വന്ന് പറഞ്ഞിട്ടുള്ള ഉറപ്പ് ഇന്നേ വരെ പാലിച്ചിട്ടില്ല ഈ കമ്പനിക്കാർ. ദേശീയപാത അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ല. വിഷയത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. NCV ന്യൂസ് പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.